കഴിഞ്ഞ ദിവസം വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൾ മരണപ്പെടുകയുണ്ടായി. എല്ലാവരോടും വാതോരാതെ സംസാരിക്കുന്ന, കണ്ടുമുട്ടുന്നവരുടെയൊക്കെ സ്നേഹം പിടിച്ചടക്കിയിരുന്ന, ഒരു നാടിൻ്റെ ആകെ പൊന്നുമോളായിരുന്ന 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു മകളാണ് മരണപ്പെട്ടു പോയത്. ഇന്നലെ വരെ ഒരു കുഞ്ഞ് സൈക്കിളും ചവിട്ടി ചിരിച്ചു കളിച്ച് നടന്നിരുന്ന ആ മോൾ ഇനിയില്ല. നബിദിന പരിപാടിയിൽ പാട്ടുപാടി സമ്മാനം വാങ്ങാൻ അവൾ ഇനി വരില്ല. പാണം തൈ തർബിയത്തുൽ ഇസ്ലാം മദ്രസയുടെയും മണ്ണഞ്ചേരി ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെയും വരാന്തകളിൽ ആ കൊച്ചുമിടുക്കിയുടെ ശബ്ദം ഇനി ഉയരില്ല. ഒരു നാടിൻ്റെ മുഴുവൻ ഉള്ളിലേക്കുന്ന സങ്കടമായി മാറിയിരിക്കുകയാണ് ആ മകളുടെ വിയോഗം. നോക്ക്, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ മകളുടെ വിയോഗത്തെക്കുറിച്ച് മാത്രമല്ല, ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു അപകട ഭീഷണിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമുക്കറിയാം, ഞായറാഴ്ച ദിവസം എന്നുള്ളത് കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് വല്ലാതെ സന്തോഷമുണ്ടാക്കുന്നൊരു ദിവസമാണ്. ഇന്ന് സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് കുട്ടികൾ കളിക്കാനും മറ്റുമൊക്കെ പോകാറുണ്ട്. മിസ്രിക്കും അങ്ങനെ തന്നെയായിരുന്നു. രാവിലെ മദ്രസയിൽ നിന്നും നബിദിനാഘോഷ പരിപാടിക്ക് വേണ്ടി പാടേണ്ട പാട്ടൊക്കെ പാടി അതൊക്കെ പരിശീലിച്ചതിന് ശേഷമാണ് അവൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടുകാരുടെയൊക്കെ അനുവാദമൊക്കെ വാങ്ങി വീട് വിട്ടിറങ്ങിയതാണ് ആ മകൾ. പക്ഷെ ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയതാകട്ടെ ആ മകളുടെ മയ്യത്തായിരുന്നു. ആ നാട്ടിൽ മിസ്രിയെ അറിയാത്തവരായി ആരുമില്ലായിരുന്നു. കാണുന്നവരോടൊക്കെ ഓടിച്ചെന്ന് കുശലം പറയുന്ന, സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന ഒരു മോളായിരുന്നു അവൾ. സൈക്കിൾ ചവിട്ടുക എന്നുള്ളത് മിസ്രിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇന്നലെ വൈകുന്നേരം സൈക്കിളുമായി പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ മകൾ. പക്ഷേ ആ യാത്ര അവളുടെ ജീവിതത്തിലെ അവസാന യാത്രയായിരിക്കുമെന്ന് ആ പാവം കുഞ്ഞും കരുതിയിട്ടുണ്ടാവില്ല. ആ മകൾ മാത്രമല്ല, ആ നാട്ടുകാരും കരുതിയിട്ടുണ്ടാവില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നല്ല മഴ ഉണ്ടായതുകൊണ്ട് തന്നെ തോട്ടിൽ നിറയെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാളേറെ ഭയാനകമായ ഒരു കാര്യമെന്ന് പറയുന്നത് ആ റോഡിനും തോടിനുമിടയിൽ ഒരു സംരക്ഷണ ഭിത്തി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. റോഡരികിലൂടെ പോകുന്നതിനിടയിൽ സൈക്കിൾ തെന്നിമാറി ആ പൊന്നുമോൾ ആഴമേറിയ ആ ഒരു തോട്ടിലേക്ക് വീഴുകയാണ്. റോഡിൽ ആളനക്കമില്ലാത്ത ആ നിമിഷത്തിൽ വെള്ളം നിറഞ്ഞ ആ തോട്ടിലേക്ക് ആ കുഞ്ഞ് വീണത് ആരുടെയും ശ്രദ്ധയിലും പെട്ടില്ല. കുറേ സമയമായിട്ടും തൻ്റെ മകളെ കാണാത്തതിനെ തുടർന്ന് ഉമ്മ ഷാഹിദയും അവിടെയുള്ള നാട്ടുകാരുമൊക്കെ ആ മകൾക്കായി തിരച്ചു തുടങ്ങി. എല്ലായിടത്തും അന്വേഷിച്ച് അവസാനം അവർ ചെന്നെത്തിയത് ആ തോടിൻ്റെ കരയിലേക്കായിരുന്നു. ആ തോട്ടിലെ വെള്ളത്തിൽ തൻ്റെ മകൾ പൊങ്ങിക്കിടക്കുന്ന ആ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ആ ഉമ്മയ്ക്ക് അവിടെ കാണേണ്ടി വന്നത്. ആ ഒരു കാഴ്ച ലോകത്തിലുള്ള ഒരു മാതാവിനും സഹിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല. ആ കാഴ്ച കണ്ട് അവരൊരു നിമിഷം പോലും ചിന്തിച്ചില്ല. അതിൻ്റെ ആഴമോ അപകടമോ ഒന്നും അവർ ഓർത്തതേയില്ല. തൻ്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുള്ള ആ ഒരൊറ്റ ചിന്തയിൽ അവർ ആ തൊട്ടിലേക്ക് ചാടുകയാണ്. വെള്ളത്തിൻ്റെ ആഴവും ഒഴുക്കും കാരണം അവർ മുങ്ങിപ്പോകാൻ തുടങ്ങി. ഭാഗ്യത്തിന് ആ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഷാഹിദയെ കരയ്ക്ക് കയറ്റിയത്. ഒപ്പം ആ കുഞ്ഞു ശരീരവും അവർ പുറത്തെടുത്തു. പക്ഷേ എല്ലാം വൈകിപ്പോയിരുന്നു. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ആ മോളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിൽ ആ മോൾ ഓടിച്ചു വന്നിരുന്ന സൈക്കിളും തോട്ടിൽ നിന്നും കണ്ടെടുത്തു. മണ്ണഞ്ചേരി പഞ്ചായത്ത് 6-ാം വാർഡ് ഉടുമ്പിത്തറ ബിസ്മില്ല മൻസിലിൽ സുഹേൽ ഷാഹിദ ദമ്പതികളുടെ മകളാണ് നഫീസത്തുൽ മിസ്രിയ. ആ കുടുംബത്തിൻ്റെ സന്തോഷമാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. നോക്കൂ, നമ്മളിവിടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മോളുടെ മരണത്തിന് ഇതിന് ഉത്തരവാദി ആരാണ്? ഈ അങ്ങാടിത്തോട് വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. കാലവർഷം വരുമ്പോൾ ഇവിടെ വെള്ളം നിറയും. ഒരാൾ പൊക്കത്തിൽ കൂടുതൽ വെള്ളമുണ്ടാകും. എന്നിട്ടും വർഷങ്ങളായി ഈ തോടിന് ഒരു സംരക്ഷണ ഭിത്തിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്ന ഒരു പരാതി. നോക്കൂ, ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഐസിൻ എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞ് ഇതേ തോട്ടിൽ വീണ് മരണപ്പെട്ടത്. ആലോചിച്ച് നോക്കൂ, വെറും മാസങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞ അതേ തോട്ടിൽ, അതേ അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലത്ത് വീണ്ടും ഒരു 8 വയസ്സുകാരി അവിടെ വീണ് മരണപ്പെടുകയാണ്. എത്ര ജീവനുകൾ പൊലിഞ്ഞാലാണ് നമ്മുടെ അധികൃതർ കണ്ണു തുറക്കുക? എത്ര ഉമ്മമാരുടെ കണ്ണീര് വീണാലാണ് അവിടെ ഒരു കൈവരിയോ സംരക്ഷണ ഭിത്തിയോ നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുക? റോഡുകൾ വികസിപ്പിക്കുന്നുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ട്. പക്ഷേ ഇതുപോലെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരു സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വികസനങ്ങൾ കൊണ്ട് ആർക്കാണ് പ്രയോജനം? ആ മോളുടെ മയ്യത്ത് പാണം തൈ തർബിയത്തുൽ ഇസ്ലാം മദ്രസയിൽ പൊതുദർശനത്തിനായി വെച്ചതിന് ശേഷം പിന്നീട് മണ്ണഞ്ചേരി കിഴക്കേ മഹല്ലെ ഖബർസ്ഥാനിൽ ഖബറടക്കം ചെയ്തു. കഴിഞ്ഞ വർഷം നബിദിന പരിപാടിക്ക് മദ്രസയിലെ വേദിയിൽ നിന്നും മറ്റു കുട്ടികൾക്കൊപ്പം സമ്മാനം വാങ്ങുന്ന ആ മകളുടെ ചിത്രം കണ്ണീരോടുകൂടിയല്ലാതെ നമുക്കാർക്കും കാണാനാവില്ല.
നോക്കി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലി കുഞ്ഞ് ഹസൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ നബിദിന പരിപാടിയിൽ ആ മകൾ സമ്മാനവുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ചൊരു കുറിപ്പ് ഇങ്ങനെയാണ്: കാണുമ്പോൾ നിറപുഞ്ചിരിയോടെ ഓടി വന്ന് കുശലം പറയാൻ ഇനി മിശ്രിയില്ല. നബിദിന പരിപാടിയിൽ പാട്ടുപാടി സമ്മാനം വാങ്ങാൻ ഇനി അവൾ വരില്ല. ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് ഈ കുറിപ്പ്. പാണംതെ തറബിയത്തുൽ ഇസ്ലാം മദ്രസയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി, മണ്ണഞ്ചേരി ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനി നഫീസത്തുൽ മിസ്രിയ, അധ്യാപകർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ട 8 വയസ്സുകാരി, വാതോരാതെ സംസാരിച്ച് മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു വാങ്ങുന്ന പൊന്നുമോൾ. ഇന്നും നബിദിനാഘോഷ പരിപാടിക്ക് തയ്യാറാകാൻ പാട്ടൊക്കെ പാടി മദ്രസയിൽ നിന്ന് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോയി. അവധിയായതിനാൽ വൈകുന്നേരത്തോടെ സൈക്കിളെടുത്ത് കറക്കം. പരിചയക്കാരെ നോക്കി പുഞ്ചിരിക്കും, ഒരുപാട് സംസാരിക്കും. എന്നാൽ ഇന്നത്തെ ആ സൈക്കിൾ ചവിട്ടം അവരുടെ ജീവിതത്തിൽ നിന്നുള്ള അവസാന യാത്ര പറച്ചിലായിരിക്കുമെന്ന് ആരും കരുതിയില്ല. റോഡിൽ നിന്ന് തെന്നുമാറി സൈക്കിൾ പതിച്ചത് സംരക്ഷണ ഭിത്തിയില്ലാത്ത ആഴമേറിയ അങ്ങാടിത്തോട്ടിൽ. തോടിൻ്റെ ആഴങ്ങൾ അവളെ പിണർന്നു. മടക്കമില്ലാത്ത യാത്രയിലേക്ക് കൊണ്ടുപോയി. മോളെ കാണാതെ അന്വേഷിച്ച് നടന്ന മാതാവിനും നാട്ടുകാർക്കും കിട്ടിയത് പൊന്നുമോളുടെ ചേതനയേറ്റ ശരീരമായിരുന്നു. സൈക്കിളും ആ തോട്ടിൽ നിന്നും കണ്ടെടുത്തു. നാഥ, ആ മോളെ സ്വർഗം നൽകി സ്വീകരിക്കണമേ. മാതാപിതാക്കൾക്കും മറ്റും ക്ഷമയും സമാധാനവും നൽകണേ. ആമീൻ. തോടിന് സംരക്ഷണ ഭിത്തിയില്ലാതെയും കാലവർഷക്കെടുതിയിൽ തോടിന് ആഴമേറിയതുമാണ് കുഞ്ഞിൻ്റെ ജീവൻ കവരാൻ കാരണമായത്. കഴിഞ്ഞ മാർച്ചിൽ ചിറപ്പുറം അനസിൻ്റെ മകൻ 1.5 വയസ്സുകാരൻ ഐസിൻ വിട പറഞ്ഞതും ഈ തോട്ടിൽ വീണായിരുന്നു. ഇതായിരുന്നു അദ്ദേഹം കുറിച്ച ആ ഒരു പോസ്റ്റ്. നോക്കി, ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി ആവർത്തിക്കരുത്. അധികൃതരുടെ ശ്രദ്ധയ്ക്കാണ്. ഈ അപകടം നടന്ന മേഖലയിൽ എത്രയും വേഗം ശക്തമായ സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടതുണ്ട്. ഇത് ഓരോ മനുഷ്യൻ്റെയും ജീവൻ്റെ പ്രശ്നമാണ്. ഇനിയൊരു കുഞ്ഞിൻ്റെ ജീവൻ കൂടി അവിടെ പൊലിയാൻ അനുവദിക്കരുത്. അതോടൊപ്പം രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമായി മഴ പെയ്തതുകൊണ്ട് തോടുകളുടെയും ആറുകളുടെയും കിണറുകളുടെയും സമീപത്ത് നമ്മുടെ കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത്. ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് മതി വലിയൊരു അപകടം സംഭവിക്കാൻ. അതോടൊപ്പം ഇതുപോലെ സംരക്ഷണ ഭിത്തിയില്ലാത്ത തോടുകളോ മൂടാത്ത മാൻഹോളുകളോ അപകട നിലയിലുള്ള വൈദ്യുതി പോസ്റ്റുകളോ ഉണ്ടെങ്കിൽ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും പരിഹാരം കാണാനും അതാത് നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. ഇത്തരം അപകട ഭീഷണിയുള്ള സ്ഥലങ്ങൾ നമ്മളാരും കണ്ടില്ല എന്ന് നടിക്കരുത്. നാളെ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ സംഭവിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത്?